യെസ്, അങ്ങനെ CCL 2024 10ാം സീസണിലേക്കുള്ള കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് എപ്പോഴുണ്ടാകുന്നു. എന്തായാലും വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ പ്രസ് മീറ്റൊക്കെ വിളിച്ച് ഒരു 32 അംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ക്വാഡിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ക്വാഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ മദൻ മോഹൻ കൂടി ഈ ഒരു സ്ക്വാഡിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. പക്ഷേ മദൻ മോഹൻ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ട്രാവൽ ചെയ്യും. അദ്ദേഹം കോച്ചാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഇപ്രാവശ്യത്തെ, അത് കോച്ചിങ് ടീമിൻ്റെ ഭാഗമാണ്. ആദ്യം തന്നെ നമുക്ക് 32 അംഗ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ക്യാപ്റ്റൻ ഇന്ദ്രജിത്ത് സുകുമാരനാണ്, വൈസ് ക്യാപ്റ്റനായിട്ട് ബിനേഷ് കൊടിയേരിയുണ്ട്. പിന്നെ ബാക്കിയുള്ള ടീം അംഗങ്ങളാണ് അജിത് ജാൻ, അലക്സാണ്ടർ പ്രശാന്ത്, അനൂപ് കൃഷ്ണൻ, ആൻ്റണി പെപ്പെ, അർജുൻ നന്ദകുമാർ, അരുൺ ബന്നി, ആര്യൻ കത്തൂരിയ, ധ്രുവൻ, ജീവ, ജോൺ കൈപ്പള്ളി, ലാൽ ജൂനിയർ, മണിക്കുട്ടൻ, അതുപോലെ മണികണ്ഠൻ ആചാര്യ, മുന്ന സൈമൺ, രാജീവ് പിള്ളൈ, റിയാസ് ഖാൻ, സൈജു കുറുപ്പ്, സാജു നവോദയ, സമ്രാദ്, സഞ്ജു സലീം, സഞ്ജു ശിവരം, ഷഫീർ ഖാൻ, ഷഫീഖ് റഹ്മാൻ, ഷോൺ സേവ്യർ, സിദ്ധാർത്ഥ് മേനോൻ, സിജു വിൽസൺ, സണ്ണി വെയിൻ, സുരേഷ് ആർക്കെ, ബിനു മോഹൻ, വിവേക് ഗോപൻ, ഇത്രയും പേരാണ് കേരള സ്ട്രൈക്കേഴ്സിൽ 32 അംഗ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സ്ക്വാഡിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അരുൺ ബെന്നിയും ബിനേഷ് കൊടിയേരിയും തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അരുൺ ബെന്നിയെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, വിക്കറ്റ് കീപ്പറായിട്ടോ ബോളറായിട്ടോ ബാറ്റ്സ്മാനായിട്ടോ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ ഉപയോഗിക്കാം. സോ അരുൺ ബെന്നിയുടെ തിരിച്ചറിവ് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ബിനേഷ് കൊടിയേരി അദ്ദേഹം നല്ലൊരു സ്പിന്നറാണ്, അതുപോലെ തന്നെ ടീമിന് നല്ല രീതിയിൽ ഊർജ്ജം പകരുന്ന ഒരു പ്ലെയറാണ്. സോ ബിനേഷ് കൊടിയേരി വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ടീമിലേക്ക് ആഡ് ചെയ്ത്. പിന്നെ അജിത് ജാൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും മറ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹം ഒരു പ്രോപ്പർ ബോളറാണ്, അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നൊരു ബാറ്റ്സ്മാൻ കൂടിയാണ്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, അദ്ദേഹം നല്ലൊരു ബാറ്റ്സ്മാനാണ്. ഒരു പ്രോപ്പർ 20 ഓവറാണെങ്കിൽ അദ്ദേഹത്തെ ഓപ്പണിങ്ങിനൊക്കെ ഇറക്കി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ഫോർമാറ്റ് അത്ര പറ്റാത്തൊരു താരമാണ്. കാരണം തുടക്കത്തിൽ കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ അടിക്കണം. സോ പ്രശാന്ത് അലക്സാണ്ടർ ഒരു പക്ഷേ ഒരു 20 ഓവറൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് 1-2 അർദ്ധ സെഞ്ചുറി ഒക്കെ കാണാൻ സാധിച്ചേക്കാം. അത് നേരത്തെ നടത്തിയ പോലെ ഒരു പ്രോപ്പർ T20 ആയിരുന്നുവെങ്കിൽ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സീസണിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അർജുൻ നന്ദകുമാറുണ്ട്, വിവേക് ഗോപൻ ഉണ്ട്. നമ്മൾ അവരെയാണ് ഓൾവേസ് വിശ്വസിക്കുന്ന 2 താരങ്ങളാണ്. വിവേക് ഗോപൻ ഒരു നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല സ്പിന്നറാണ്, അതുപോലെ തന്നെ നല്ലൊരു ബാറ്റ്സ്മാനാണ്. പിന്നെ അർജുൻ നന്ദകുമാറിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം വളരെ മികച്ചൊരു പ്ലെയറാണ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കൺസിസ്റ്റൻസി വേണം. ഒരു 4 കളി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കളിയിലായിരിക്കും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നത്. ബാക്കി 3 കളി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു സംഭവം അദ്ദേഹം മാറ്റി കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. പിന്നെ ആൻ്റണി വർഗീസ് ഉണ്ട്, അദ്ദേഹം ഒരു പവർ ഹിറ്ററാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ അതിൻ്റെ പവർ ഹിറ്റൊന്നും നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടില്ല. ബട്ട് അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ബോളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ഓപ്പണിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സാവകാശമൊക്കെ കിട്ടി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു അവസാന സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തെ ഇറക്കുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ബാറ്റ് നമുക്ക് അത്ര മികച്ച രീതിയിൽ കാണാൻ സാധിക്കത്തും. ഒരു പക്ഷേ ആൻ്റണി പെപ്പയുടെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സീസണിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ സിദ്ധാർത്ഥ് മേനോൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം കഴിഞ്ഞ സീസണിൽ കണ്ടായിരിക്കും. അദ്ദേഹം ഒരു ക്ലാസിക് ബാറ്റ്സ്മാനാണ്. അതായത് ഗ്യാപ്പൊക്കെ കണ്ടെത്തി ആ ഒരു ഗ്യാപ്പിലൂടെ 4ഉം 6ഉം ഒക്കെ നേടാൻ നല്ലൊരു കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ്. കാരണം ഗ്രൗണ്ട് എങ്ങനെയാണ്, ഗ്രൗണ്ടിൽ ഫീൽഡേഴ്സ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് ഷോട്ടുകൾ എടുക്കാൻ കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്പർ 4 അല്ലെങ്കിൽ നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സിദ്ധാർത്ഥ് മേനോൻ. പിന്നെ സമർത്ഥ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹം കളിക്കുന്ന ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വളരെ ക്വാളിറ്റി ബാറ്റ്സ്മാനാണ്. സോ അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്ക്വാഡിലേക്ക്, അതായത് സമർത്ഥ് എന്ന് പറയുന്ന ആ ഒരു താരം. സോ ഒരു നോട്ട് ചെയ്യേണ്ട പേര് തന്നെയാണ് അദ്ദേഹം. പിന്നെ ലാൽ ജൂനിയർ ഉണ്ട്, അത് ജീൻ പോൾ ലാൽ. എന്തായാലും കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് മാത്രമുള്ളായിരുന്നു കേരളത്തിൻ്റെ ഒരു ആശ്വാസം. വളരെ മികച്ചൊരു സ്പിൻ ബോളറാണ് അദ്ദേഹം. സോ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരിക്കും. പിന്നെ രാജീവ് പിള്ള, കേരള സ്ട്രൈക്കേഴ്സ് ആകെ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഒറ്റൊരു പ്ലെയറേ ഉള്ളൂ, അത് രാജീവ് പിള്ളയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു T10 പോലെ, അതായത് ഒരു 10 ഓവർ വെച്ചാണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബാറ്റിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. നമുക്ക് രാജീവ് പിള്ള ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ ഡിഫെൻഡ് ചെയ്തൊക്കെ നിന്നാലേ കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു കൺസിസ്റ്റൻസി രാജീവ് പിള്ളയിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്, അതായത് ഒരു 5-6 ബോൾ അദ്ദേഹം കുറച്ചെടുത്താൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. പിന്നെ ഒരു പേരെന്ന് പറയുന്നത് ജോൺ കൈപ്പള്ളിയാണ്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ സിജു വിൽസൺ ഉണ്ട്, അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ബോളർ കൂടിയാണ്. അതുപോലെ തന്നെ സണ്ണി വെയിൻ ഒരു പ്രധാന താരമാണ്. അദ്ദേഹം എങ്ങനെ ബാറ്റ് ചെയ്യും എങ്ങനെ ബോൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെയുള്ള പേരെന്ന് പറയുന്നത് ഷഫീഖ് റഹ്മാനാണ്. അദ്ദേഹം ഒരു ബിഗ് ഹിറ്ററാണ്. ബിഗ് ഹിറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് അവസാന ഓവറിലൊക്കെ വന്ന് കുറച്ച് വലിയ ഷോട്ടുകൾ എടുക്കാൻ പറ്റിയൊരു താരമാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ബോളർ കൂടിയാണ് അദ്ദേഹം. പിന്നെ സൈജു കുറുപ്പ്, അദ്ദേഹം നല്ലൊരു സ്പിൻ ബോളറാണ്. അത്യാവശ്യം ഒരു T20 ഓവറൊക്കെ ആണെങ്കിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ ബിഗ് ഷോട്ടിനൊന്നും പോകുന്ന പ്ലെയറല്ല സൈജു കുറുപ്പ്.
അത് നമ്മൾ കഴിഞ്ഞ സീസണിലും കണ്ടൊരു കാര്യമാണ്. ഒരു T20 ഓവറൊക്കെ ആണെങ്കിൽ വേറെ ലെവലൊരു ബാറ്റ്സ്മാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവരായിരുന്നു. അതായത് ഓപ്പണിങ്ങിനൊക്കെ ഇറക്കി പതുക്കെ ഒരു ഓപ്പോസിറ്റ് ബാറ്റ്സ്മാന് ഒരു സപ്പോർട്ടാക്കി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റിൻ്റെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാറ്റിങ്ങിൻ്റെ ഒരു പ്രോസ്പെക്റ്റ് അദ്ദേഹം ഒട്ടും സ്യൂട്ടബിൾ അല്ല. പിന്നെ ആ ഒരു KP നമ്പൂതിരിസിൻ്റെ ഒക്കെ പരിസരത്തിലുള്ള ഒരു പയ്യനുണ്ട്, അരുൺ കത്തൂരി. അദ്ദേഹം പാലിമി എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത സമയത്തൊക്കെ. പിന്നെ സാജു നവോദയുണ്ട്, അതുപോലെ ജീവിയുണ്ട്, ധ്രുവനുണ്ട്. സോ അങ്ങനെ മികച്ച പേരുകളൊക്കെ തന്നെയുണ്ട്. പിന്നെ മണിക്കുട്ടനും വിനു മോഹനും ഉണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം ആർക്കും, അതായത് സീസണിൽ കണ്ട കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഫാൻസിന് ആർക്കും ഇഷ്ടമല്ലാത്ത രണ്ട് നെയിമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മണിക്കുട്ടനും വിനു മോഹൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ സീസൺ ഓരോ ഓവർ തന്നെ ഇവർ 30 റൺസൊക്കെ വഴങ്ങിയിട്ടുണ്ട്. ഒരു ലൈനും ലെങ്ത്തും ഇല്ലാത്ത ബോളിംഗാണ് ഇവരുടെ. സോ അവരിപ്രാവശ്യം കുറച്ചുകൂടെ ശ്രദ്ധിച്ചറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ ഇവരുടെ ബോളിംഗ് കുറേ നാളായിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും തന്നെയില്ല. സോ ഈ ഒരു ബോളിംഗ് കൂടെ നമ്മൾ സീസണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടി കിട്ടും. സോ ഇവരെ ആ ഒരു ബോളിംഗ് ലൈനപ്പ് ഇത് മാറ്റുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ കേരള സ്ട്രൈക്കേഴ്സ് ഈ ഒരു സ്ക്വാഡ് അനൗൺസ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്ക്വാഡ് അനൗൺസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു 20-23 അംഗ സ്ക്വാഡ് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 32 എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൂടാതെ എന്താ പറയുക, നമ്മുടെ ഇടവേള ബാബു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കുറച്ച് പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 16 അംഗ സ്ക്വാഡായിരിക്കും ഒരു മാച്ചിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്, അടുത്ത മാച്ചിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നത് മറ്റൊരു 16 അംഗ സ്ക്വാഡായിരിക്കും. സോ അദ്ദേഹം ഇതിനോട് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്ലേയിങ് 11 വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ്. സോ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എല്ലാ പ്ലേസിനും അവസരം കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 16 വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത ഉള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ഒരു ടീം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല, ഒരു കോർഡിനേഷൻ ഉണ്ടാകില്ല. സോ അതൊക്കെ ടീമിനെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ അവർ ഈ കാണിച്ച ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ വളരെ മോശം ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു 16 പ്ലേയേഴ്സ്, അത് മികച്ച കളിക്കുന്ന ഒരു 16 പ്ലേയേഴ്സിനെ ഒരുമിച്ച് അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ, അത് ടീം ബിൽഡ് ചെയ്തെടുക്കണം. അല്ലാതെ ഈ ഒരു രീതിയിലല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ഫൈനൽ വരെ, സെമി ഫൈനൽ വരെ ഈ ഒരു രീതി കളിച്ചാൽ, അതായത് എത്ര നല്ല ടീം ഉണ്ടെങ്കിലും ഈ ഒരു രീതി കളിച്ചാൽ എത്താൻ പോകും. ഈ ഒരു രീതി കളിച്ചാലെന്നല്ല, ഈ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സെമി ഫൈനലിലേക്ക് പോലും ടീം എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ ഇന്ദ്രജിത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി പോയിരിക്കുക. കാരണം അതായത് അതോടുകൂടി ആ ഒരു ലൈവ് അവർ കട്ട് ചെയ്യുകയായിരുന്നു. അതായത് കാറ്റഗറി A, കാറ്റഗറി B പ്ലേയേഴ്സിനെ കുറിച്ച് ഇന്ദ്രജിത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൽ കാറ്റഗറി A കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ കാറ്റഗറി Bയെ കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്ന കാര്യം ഇനി അങ്ങോട്ട് മനസ്സിലായില്ലെന്നല്ല, അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ആ ഒരു ലൈവ് കട്ട് ചെയ്യുകയായിരുന്നു. കാറ്റഗറി Aയെ കുറിച്ച് നമുക്കൊരു ധാരണ ഇട്ടുണ്ട്. അതായത് കുറഞ്ഞത് 5 സിനിമയിലെങ്കിലും നായകന്മായിട്ട് അഭിനയിച്ചിട്ടുള്ള താരങ്ങളായിരിക്കണം കാറ്റഗറി Aയിൽ ഇറങ്ങാൻ. അതായത് കാറ്റഗറി A എന്ന് പറയുന്നത് ആ ഒരു സ്കോഡിൽ 6-7 പ്ലേസ് കാറ്റഗറി Aയിൽ ഉണ്ടായിരിക്കുന്നവരായിരിക്കണമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ നിങ്ങളായിട്ട് ഈ ഒരു സ്കോഡ് എടുത്ത് നോക്കുക. 5-6 സിനിമകളിൽ നായകന്മാരായിട്ടിയ താരങ്ങൾ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. സോ അത് കേരള സ്ട്രൈക്കേഴ്സിന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും. പിന്നെ ഇടവേള ബാബു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് ഈ പ്ലെയറിനെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല, അദ്ദേഹത്തെക്കാട്ടി മികച്ച പ്ലെയർ അതല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമെന്ന്. പക്ഷേ ഒറിജിനൽ അത് റിയാലിറ്റി എന്ന് പറയുന്നത് കാറ്റഗറി A, കാറ്റഗറി B, അതുപോലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് പിന്നിലുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഒരു പ്ലേയേഴ്സിനെ ഇറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്ലെയറിനെ അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം സെലിബ്രിറ്റീസിനെ കൂടുതലായിട്ട് ഇറക്കണം, അതായത് കൂടുതൽ പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റീസിനെ കൂടുതലായിട്ട് ഇറക്കണം. സോ അതൊക്കെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡിനെ ഇറക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ CCL എന്ന് പറയുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ്. സോ അങ്ങനെയുള്ള താരങ്ങൾ തന്നെയാണ് വേണ്ടത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. CCLുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.